ഞാൻ എന്നും നിന്റെ മാത്രം. കാവ്യയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? നമുക്ക് കുറച്ച് വരികൾ കൂടി വായിക്കാം. ജോസഫ് അച്ഛനെ കണ്ട് വന്നതിന് ശേഷം കാവ്യയ്ക്ക് വേദികയോടുള്ള പെരുമാറ്റത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂൾ വിശേഷങ്ങളും കൂട്ടുകാരെക്കുറിച്ചും അവർ സംസാരിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം നടക്കാൻ ഒരുമിച്ച് പുറത്തുപോയി. എങ്കിലും രാത്രിയാകുമ്പോഴേക്കും കാവ്യ വീണ്ടും ആലോചനയിൽ മുഴുകും. വേദിക അത് ശ്രദ്ധിച്ചുവെങ്കിലും എന്താ കാര്യമെന്ന് തിരക്കിയില്ല. അച്ഛനെക്കുറിച്ചായിരിക്കും അവളുടെ ആലോചന എന്ന് വേദിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അവളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒരു അച്ഛൻ്റെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന പ്രായമാണ് അവളുടേത്. എങ്കിലും ശേഖരനെ കാവ്യ കാണുന്നതിനെക്കുറിച്ച് വേദികയ്ക്ക് ചിന്തിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞു. വേദിക തിരിച്ചു പോകാനുള്ള സമയമായി. കാവ്യക്കാണെങ്കിൽ അമേരിക്കയിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെന്നാണ് ആഗ്രഹം. അതിനാൽ തന്നെ മനസ്സിരുത്തി പഠിക്കാൻ അവൾ തീരുമാനിച്ചു. വേദിക പോകാൻ തയ്യാറായി യാത്ര പറയാനായി കാവ്യയുടെ മുറിയിലെത്തി. മോളെ, ഇന്ന് ഞാൻ മടങ്ങുകയാണ്. എവിടേക്കാ അമ്മേ? ഒന്ന് അന്താളിച്ചു വെച്ചു. അതൊക്കെ പറയാം. ഇപ്പോൾ നീ നന്നായി പഠിക്കേ. പരീക്ഷ നന്നായി എഴുതണം. എങ്കിലേ അമേരിക്കയിലേക്ക് പോകാൻ കഴിയൂ. വേദിക പുഞ്ചിരിയോടെ മകളെ പുണർന്നു. എൻ്റെ മോളെ, നിന്നെ പിരിയാൻ തോന്നുന്നില്ല. പക്ഷേ പോയാലേ പറ്റൂ. ഞാൻ എത്രയും പെട്ടെന്ന് തിരികെ വരാം. അവൾ കാവ്യയുടെ നെറുകയിൽ ചുണ്ടമർത്തി. വേദികയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാവ്യയ്ക്കും സങ്കടമായി. ദേഷ്യമുണ്ടെങ്കിലും അവർ തൻ്റെ അമ്മയല്ലേ. വേദിക വേഗം തിരിഞ്ഞു നടന്നു. കാറുമായി ഡ്രൈവർ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. വേദിക കാറിൽ കയറിയതും കാർ ശരം കണക്കെ കുതിച്ചുപോയി. ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കുവാനുള്ള കരുത്തില്ലാത്തതുപോലെ വേദിക സീറ്റിൽ തറഞ്ഞിരുന്നു. പരീക്ഷണ ദിനങ്ങളായ പോലെയാണ് കാവ്യയ്ക്ക് തോന്നിയത്. അച്ഛനെക്കുറിച്ചുള്ള ചിന്തകളും അമ്മ തിരിച്ചു വരുമ്പോൾ പോകണമെന്ന് പറഞ്ഞ ഇടത്തെക്കുറിച്ച് ആലോചനകളും അവളെ വല്ലാതെ മതിച്ചു. വിപിൻ്റെ സാമീപ്യവും പലപ്പോഴും അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ അവനോട് പോലും പറയാനാവാത്ത അവളുടെ ജന്മരഹസ്യം അവളെ എപ്പോഴും ഉലച്ചുകൊണ്ടിരുന്നു. അവൾക്കെന്തോ വലിയ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ വിപിൻ കാര്യം എന്താണെന്ന് ചോദിച്ചു.